ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു മഞ്ഞുമൽ യാത്രയാണ് കേട്ടോ. ഞാൻ ഈ മഞ്ഞുമൽ ബോയ്സ് സിനിമ ഇറങ്ങിയതിന് ശേഷമാണ് മഞ്ഞുമൽ എന്ന് പറയുന്ന സ്ഥലം ഉണ്ടെന്ന് തന്നെ മനസ്സിലാക്കിയത് കേട്ടോ. അപ്പോൾ ഞങ്ങളിന്ന് പോകുന്നത് അങ്ങോട്ടേക്കാണ്. ഇന്ന് സ്കൂൾ വർക്കിംഗ് ഡേ ഒക്കെ ആണ്, പക്ഷേ ഞങ്ങൾ കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് സ്കൂളിൽ ലീവ് എടുത്തിട്ടാട്ടോ പോകുന്നത്. അപ്പോൾ ഞങ്ങളൊരു 10:45 ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇവിടുന്ന് പോകാനായിട്ട്, അതായത് തൃശ്ശൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂരിൽ നിന്ന് കുറച്ച് ഇങ്ങോട്ട് നീങ്ങിയിട്ടാണ് കേട്ടോ നമ്മുടെ വീടെന്ന് പറയുന്നത്. അപ്പോൾ അവിടുന്ന് ഈ പറയുന്ന മഞ്ഞുമൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് പോകാനായിട്ട് ഏകദേശം 1 മണിക്കൂറും 45 മിനിറ്റും എന്തോ ആണ് എടുക്കുന്ന സമയം എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങളൊരു 10:45 ഇറങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ പോകുന്ന വഴിക്കൊരു ഷോപ്പിലും കൂടെ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്ര സമയം കുറച്ച് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ രാവിലെ ഏറ്റിട്ട് ഇങ്ങനെ പോണ സമയത്ത് നല്ല ക്ലൈമറ്റും കൂടെ ആയിരുന്നപ്പോൾ ഞങ്ങൾക്ക് ക്ഷീണം ഉണ്ടായിരുന്നില്ല. കാരണം വെയിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നും. പക്ഷേ ഇത് ചെറിയ മഴയും ഒക്കെ ഉള്ള കാരണം നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പോകുമ്പോൾ ഗൂഗിൾ മാപ്പ് നോക്കിയിട്ടാട്ടോ പോയിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ ഞങ്ങൾ എന്തായാലും വഴി തെറ്റും. അപ്പോൾ അതിൻ്റെ ഇടയിൽ നല്ല ട്രാഫിക്ക് വന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പാലം പണിയും ഇതൊക്കെ നടക്കണ കാരണം അത്യാവശ്യം നല്ല ട്രാഫിക്ക് ഉണ്ട് കേട്ടോ ഇപ്പോൾ പോകുന്ന സമയത്തേക്ക്. അതിൻ്റെ ഇടയിൽ മഴയെ കാരണം കുട വിൽക്കാനൊക്കെ ആയിട്ടുള്ള ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. ഇത് ഏകദേശം കൊരട്ടി എത്തുന്ന സമയത്താണ്. ഇവിടെ ഇങ്ങനെ പണ്ട് ഞാൻ ഇങ്ങനെ വന്ന സമയത്ത് ഓരോരോ സാധനങ്ങൾ വിൽക്കാനായിട്ട് തമിഴ് സ്ത്രീകളൊക്കെ വന്നിട്ട് ഇങ്ങനെ ഓരോരോ സാധനങ്ങളൊക്കെ ആയിട്ട് വരും. അവരൊന്നും വിശ്വസിക്കാൻ പാടുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞങ്ങൾ കാരണമുള്ള കാരണം വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു BMW ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങളുടെ ഫ്രണ്ടിൽ. അപ്പോൾ ഞാൻ ജസ്റ്റ് അതിൻ്റെ വീഡിയോ എടുത്തതായിരുന്നു. അപ്പോൾ ഇങ്ങനെ ട്രാഫിക് ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ട്രാഫിക് ഉണ്ട്. അപ്പോൾ ഈ എയർപോർട്ട് റോഡും കൂടെയൊക്കെ ആയ കാരണം എയർപോർട്ടിലേക്കൊക്കെ പോകുന്നവർ അത്യാവശ്യം സമയം പിടിച്ച് പോയില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും പെടും. കാരണം അത്രയും ട്രാഫിക് ഉണ്ടായിരുന്നു. പിന്നെ ഉണ്ടല്ലോ ഞങ്ങൾ വേറൊരു കാഴ്ച കണ്ടു. അതായത് കുറേ ചേട്ടന്മാരും ചേച്ചിമാരും വെള്ള ഷർട്ടും വെള്ളമുണ്ടൊക്കെ ഇരുന്നിട്ട് ഇട്ടിട്ട് റോഡിലിരുന്നിട്ട്, അതായത് ചളി വെള്ളത്തിൽ മഴ വീണ കാരണം ചളി ഉണ്ട് റോഡിൽ. അപ്പോൾ ഈ ചളിയിൽ ഇവർ ഇരുന്നിട്ട് സമരം ചെയ്യുകയാണ്. ഈ പാലം പണിയുടെ എന്തോ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ഭയങ്കര തിരക്കാണ്. അപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ബാക്കിൽ ആംബുലൻസ് വന്ന് ഹോൺ അടിക്കുന്നുണ്ട്. പക്ഷേ നമുക്കത് ഫ്രണ്ടിൽ വണ്ടിയുള്ള കാരണം ഒന്നും ചെയ്യാൻ പറ്റില്ല, അപ്പുറത്തും ഇപ്പുറത്തും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനത്തെയൊക്കെ സാഹചര്യങ്ങൾ വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ ഈ പാലം പണി എന്ന് പറയുന്നത്. പിന്നെ ഈ ബ്ലോക്കിൽ കുറേ നേരം കിടക്കണം. എയർപോർട്ടിലേക്കൊക്കെ പോകുന്നവർ എനിക്ക് തോന്നുന്നു 2 മണിക്കൂർ നേരത്തെ കയ്യിൽ പിടിച്ചിട്ട് പോകേണ്ടി വരും. കാരണം എപ്പോഴാണ് തിരക്ക് വരുന്നത്, ചില സമയത്ത് കുഴപ്പമില്ല. ഞങ്ങൾക്ക് അങ്ങോട്ട് പോയപ്പോഴായിരുന്നു തിരക്കുണ്ടായിരുന്നത്. തിരിച്ചു വരുന്ന സമയത്ത് അത്രയും തിരക്കുണ്ടായിരുന്നില്ല. ഞങ്ങൾ പോയത് രാവിലെ ആയ കാരണം ആ ഒരു സമയത്ത് നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഷോപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് എങ്ങനത്തെ കൊടുക്കണമെന്നൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവസാനം ഞങ്ങൾ അവിടുന്ന് കുറേ ഫ്രെയിമൊക്കെ നോക്കി, പക്ഷേ അതൊന്നും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. നമുക്ക് അങ്ങനെ ഗിഫ്റ്റായിട്ട് കൊടുക്കണമെന്നൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ അവിടെ കുറച്ച് ഇതുപോലത്തെ ഷോ പീസുകൾ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണ് ഒരെണ്ണം എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇതുപോലത്തെ കുറേ ആർഭാടമായിട്ടുള്ളതുണ്ടായിരുന്നു, പക്ഷെ അതൊന്നും എനിക്ക് അത്ര ഇഷ്ടമായില്ല. പിന്നെ നമ്മൾ ഈ ഒരു സെക്ഷനിൽ പോകുമ്പോൾ നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും ഏത് കൊടുക്കണം എന്നുള്ളത്. ഈ ഒരു പൂച്ച ഉണ്ടോ അങ്ങനെ ഇതാക്കണത് ഞാൻ പണ്ടും കണ്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തേ ഉള്ളൂ. അങ്ങനെ ഇതുപോലത്തെ കുറേ ഡിവോഷണൽ ഐറ്റംസും ഉണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ ഷോ പീസ് പോലത്തെയാണ് കൂടുതലും. ഈ പോട്ട്സും ഇതൊന്നും നമ്മൾ വാങ്ങിയിട്ടില്ല. ബില്ലിങ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കുറേ സമയം ഉണ്ടായിരുന്നു. കാരണം നമുക്കത് റാപ്പ് ചെയ്യണമായിരുന്നല്ലോ ഗിഫ്റ്റ്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഞാൻ ചെറിയ രീതിയിൽ വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്തതായിരുന്നു. കുറേ ഫോട്ടോ ഫ്രെയിംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ എടുത്തത് ഒരു സംഭവമാണ്. അങ്ങനെ അത് എടുത്ത് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഈ പാക്കിങ്ങിനാണ് കുറേ സമയം എടുത്തു. അങ്ങനെ കുറേ സമയത്തിന് ശേഷം അത് പാക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ കയ്യിൽ. അങ്ങനെ നമ്മൾ കഥകൾ പറഞ്ഞിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ കല്യാണം നടക്കുന്ന ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ആ പറഞ്ഞ കല്യാണം. ഞങ്ങൾ തൃശ്ശൂരിൽ നിന്ന് മഞ്ഞുമൽ വരെ വന്ന കല്യാണമാണ് കേട്ടോ അത്. അപ്പോൾ ഇതിൻ്റെ ഫുഡ് എന്ന് പറയുന്നത് നെയ്ച്ചോറും ചിക്കനും പിന്നെ സർലാസും അച്ചാറും ആയിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് കുറേ നേരം ഇരുന്നപ്പോൾ എനിക്ക് ബോറടിച്ചു കേട്ടോ. കാരണം ഫുഡൊക്കെ കഴിച്ച് കുറച്ച് കഴിഞ്ഞ് ഇരിക്കുമ്പോഴത്തേക്കും നമുക്ക് ബോറടിക്കുമല്ലോ. അപ്പോൾ ഞാൻ എന്തൊക്കെയോ ഇരുന്ന് പറയുന്നതാണ് കേട്ടോ. നമ്മളങ്ങനെ അധികം നേരം അവിടെ അതിൻ്റെ ഉള്ളിൽ കഴിച്ച് കഴിഞ്ഞിട്ട് സ്പെൻഡ് ചെയ്തില്ല. കാരണം നമുക്ക് നേരെ തിരിച്ച് തൃശ്ശൂർക്ക് തിരിക്കേണ്ടതായിരുന്നു, പെട്ടെന്ന് തന്നെ പോകുന്നുണ്ടായിരുന്നു. ഇതാണ് കല്യാണ ചിക്കനും കല്യാണ പെണ്ണും. അപ്പോൾ അത്രയ്ക്കുള്ളൂ. നമ്മുടെ ഡ്രൈവർ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളിത് തിരിച്ച് കാറിലോട്ട് കയറാണ്. ഇനി നേരെ തൃശ്ശൂരിലേട്ടാണ് കേട്ടോ പോകുന്നുണ്ടായിരുന്നത്. അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് വയറുനിറഞ്ഞിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി വീഡിയോയിൽ എന്തെങ്കിലും ഇടാൻ വേണ്ടതെന്ന് വിചാരിച്ച് ഞാൻ കുറച്ചുകൂടെ ക്ലിപ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ കുറച്ച് ചെറിയ ക്ലിപ്സായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് പോയപ്പോൾ കണ്ടൊരു ബിൽഡിങ്ങാണ്. ഈ ബിൽഡിംഗ് എന്താണെന്ന് അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ഇത് എനിക്ക് തോന്നുന്നു ഈ അങ്കമാലി ആ ഒരു സൈഡിലെത്തുമ്പോൾ ഉള്ളതാന്ന് തോന്നുന്നു. എനിക്ക് കൃത്യമായിട്ടുള്ള അറിവ് ഈ ഒരു ബിൽഡിങ്ങിനെ കുറിച്ചില്ല. തിരിച്ചു പോകുമ്പോഴും നമ്മൾ മാപ്പ് ഇട്ടിട്ട് തന്നെയാണ് കേട്ടോ പോകുന്നുണ്ടായിരുന്നത്. പിന്നെ കുറേ ബോർഡുകളൊക്കെ വായിച്ചിട്ടാണ് ഞങ്ങൾ തിരിച്ചു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാവരും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഞാൻ ഇന്നത്തെ എൻ്റെ ഒരു ഡെയിലി ഇതൊക്കെയായിരുന്നു മെയിനായിട്ട് നടന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇന്ന് സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ബാക്കി നോട്ട്സും കാര്യങ്ങളൊക്കെ എഴുതിയെടുക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ ഇനി എഴുതിയെടുക്കണം. ഇപ്പോൾ ഞാനൊരു +2 സ്റ്റുഡൻ്റാണ്. ഇപ്പോൾ ലാബൊന്നും തുടങ്ങാത്ത കാരണം കൊണ്ട് ലീവ് എടുത്താലും അത്ര വലിയ സീനില്ല. കാരണം തുടക്കത്തിലായ കാരണം കുറച്ചല്ലേ എടുക്കുന്നുണ്ടാവുള്ളൂ. അപ്പോൾ അത്രയ്ക്കുള്ള വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.